ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ഐഫോണിലാണ് സാധാരണ വ്ളോഗൊക്കെ എടുക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ മേടിച്ചു, ആൻഡ്രോയിഡ് ആണ്. സോ ഐ എം ജസ്റ്റ് ചെക്കിംഗ് ഹൗ ദ ക്യാമറ ഇസ്. സോ ദ ക്യാമറ സീംസ് ക്വൈറ്റ് നൈസ് ഐ തിങ്ക്. സോ നാളെയാണ് ദിവാലി. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന് ദിവാലി ആഘോഷിക്കാൻ പോകാം. ലാസ്റ്റ് ഇയർ ഞാൻ ഇതേപോലെ ദിവാലി ആഘോഷിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ് പോയത്. അപ്പോൾ അന്നത്തെ വ്ളോഗ് എല്ലാവരും ഒരുപാട് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത്. ഇറ്റ് വാസ് വെരി ഫൺ ഫിൽഡ് വ്ളോഗ്. അതുപോലെ ആയിരിക്കുമോ ഇത്തവണെന്ന് എനിക്കറിയില്ല. ബട്ട് അന്നത്തെ അത്രയും കൂട്ടുകാരില്ല കേട്ടോ. ഇന്ന് കുറച്ച് കുറവേ ഉള്ളൂ. ഞാൻ അഖിലിൻ്റെ വീടിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. സോ അവർ കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുത്താൽ അവരവിടെ അടുത്തുനിന്ന് മേടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഞാനിപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഞാനിനി അഖിലിൻ്റെ വീടെത്തിയതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അശ്വിൻ്റെ വീട്ടിലെത്തി. ആദ്യം അശ്വൻ, എന്തൊക്കെ പടക്കം മേടിച്ചു പറ. നിങ്ങൾ ഇന്നലെ പോയി എന്തൊക്കെ മേടിച്ചു? കരയുന്നെന്തിനാണ്? എടോ ഏതൊക്കെ പടക്കം മേടിച്ചു ഇന്നലെ? ഫ്ലവർ പോട്ട്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു പൈസ, എന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ പോയി വാങ്ങിക്കുന്ന കഥയാണ് പറഞ്ഞേ? ഞാൻ പൈസ തന്നില്ലല്ലോ. പക്ഷേ ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. കുറേ മേടിച്ചോ? ഇവിടെയാണോ പൊട്ടിക്കുന്നത്? അഖിലിൻ്റെ വീട്ടിലാണോ? ക്യാമറ നോക്ക്, ഡോണ്ട് ലുക്ക് അറ്റ് മീ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അഖിലിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഫൈൻ, എന്നാൽ ഓടിപ്പെക്കോ. ഇനി അഖിലിനെ കൂടെ കാണുമ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാം. ബൈ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പടക്കം പൊട്ടിക്കാൻ വേണ്ടി വന്നത് ഞാൻ സിനിമ കാണാൻ വന്നത്. പക്ഷേ അവസരം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കണ്ട് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസം റൈറ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. സോ ഹാപ്പി. നമ്മളിപ്പോൾ അഖിലിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അഖിൽ അവിടെ നിന്നിട്ട് മറ്റേ ഇതാരതൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങള്. അഖിൽ കൊഞ്ചം വാട. ഏതൊക്കെ വെറൈറ്റി പടക്കങ്ങളുണ്ട് പറയൂ. ഏതൊക്കെ വെറൈറ്റി പടക്കമുണ്ട്? എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല പടക്കം ഒന്നും മേടിച്ചത്. എന്തൊക്കെയാ മേടിച്ചത്? ഏതൊക്കെ ടൈപ്പ്? എന്തൊക്കെയാ മേടിച്ചത്? ഓ എല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. പൊട്ടാത്തൊന്നും മേടിച്ചിട്ടില്ലല്ലേ? ഓക്കെ 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 ഓക്കെ. പക്ഷെ എൻ്റെ ഷെയർ ഞാൻ തന്നില്ല, അപ്പൊ ഇനിയും മേടിച്ചില്ലല്ലോ. ഒരു 6000 രൂപയ്ക്ക് പടക്കം മേടിച്ചിട്ടുണ്ട്. ആ മുകളിൽ പോയി പൊട്ടണതൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അതൊരു ഫ്രണ്ടിന്റെ വീഡിയോ ചെയ്യണം. ഇപ്പൊ കൊണ്ടുവരും. ഈ വീട്ടിലാണ്, ഇവിടെയാണോ പൊട്ടിക്കണേ? ആ മോളിൽ പൊട്ടിക്കാം. ഓസം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയാണ് എല്ലാം. ഹലോ. ഭയങ്കര കാര്യമായിട്ട് കവർ തുറന്ന് 1 by 1 എടുത്ത് ഇത് മറ്റേ ഫ്ലവർ പോട്ടെന്ന് കാണിച്ചോണ്ടെങ്കിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇല്ല, ഇനി ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബെഡിൽ കയറിയത്. വേറെ ഒരുത്തം ജന്മനാ വാഴ അപ്പുറത്തിരിക്കണം. ഒന്നിനും പറ്റത്തില്ല. അവര് ലാപ്ടോപ്പ് ആരംഭിക്കില്ല. പക്ഷെ കളർഫുൾ കമ്പിത്തിരി ഇല്ല. അപ്പൊ നമ്മളത് പോയി മേടിച്ചിട്ട് വരാം. അതുണ്ടെങ്കിലേ വീഡിയോക്കകത്ത് കാണാൻ ഒരു ഭംഗിയുള്ളൂ. ഡേയ് എന്ത് ഫുൾ കളർഫുൾ ആക്കാനാണ് തീരുമാനം. യെസ്, ഇന്ന് മൊത്തം കളർഫുൾ ആക്കാനുള്ള പ്ലാനാണ്. ഓക്കെ കം ലെറ്റ്സ് ഗോ. നമ്മൾ കാറിൽ കയറി. നമ്മൾ പടക്കം കുറച്ചും കൂടെ മേടിക്കാൻ വേണ്ടി പോവാ. അശ്വിൻ ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വട്ടം അവരെൻ്റെ കാറിൽ ഫ്രണ്ട് സീറ്റ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തന്നെ സങ്കടം തോന്നി. കാരണം ഞാനില്ലെങ്കിൽ ഒരുത്തനെയും ഫ്രണ്ട് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു, അശ്വിൻ ഫോർ എ ചേഞ്ച് താൻ വേണമെങ്കിൽ ഫ്രണ്ട് ഇരുന്നോ, ഞാൻ ബാക്കി ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര സ്റ്റൈലായിട്ട് കയറി ഫ്രണ്ടിരിക്കും. ഒരു എക്സൈറ്റഡ് ആയിട്ട് മറ്റേ ഏതോ റോളർ കോസ്റ്ററിന് ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയ പോലെ സന്തോഷമായിട്ട് അവിടെ ഫ്രണ്ട് സീറ്റ് ഇരിക്കും. ഒരു VIP സീറ്റ് കിട്ടിയിട്ട് ഫീല്. അയ്യോ. ഇവിടെ ഏത് കടയിലാണ് നമ്മൾ പോകുന്നത്? ഹോൾസെയിൽ? ഓ റീറ്റെയിൽ. ഓ ഓക്കെ ഫൈൻ. അപ്പം നിങ്ങൾ ഇന്നലെ മേടിച്ചത് ഹോൾസെയിലോ? ഓ നൈസ് നൈസ്. എനിക്കിതൊന്നും അങ്ങനെ പോയി വാങ്ങിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പം നമുക്കിനി കട എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. കാറ് വരുന്ന കണ്ടിട്ട് എറിഞ്ഞു. അശ്വിൻ അശ്വിൻ എന്തേലും വാങ്ങിക്കാനുള്ള സജഷൻ പറഞ്ഞു കൊടുക്കുക. അഖില തള്ളിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കടയുടെ പേര് കാണുന്നില്ലല്ലോ. ഇടും മറ്റേ കളറുള്ള
ശരി. ആൻഡ് ഫ്ലവർ പോട്ട് കൂടെ എക്സ്ട്രാ മേടിക്കാം. ഇനി എന്നെ എടുക്കും. ഹലോ, എക്സൈറ്റഡ് ആണോ? വെരി മച്ച്. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിലായാലും പടക്കം മേടിക്കാനൊന്നും പോകത്തില്ല. അമ്മയാണ് എപ്പോഴും മേടിച്ചോണ്ട് വരുന്നത്. മേടിക്കാൻ വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. വേറെ കട. ആ കളർ കമ്പിത്തിരിയില്ലേ? അപ്പൊ ഇനി എവിടെ പോകാൻ പറ്റും? നമ്മൾ ശശിയായി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കടയിലേക്ക് പോവുകയാണ്. കളർ കമ്പിത്തിരി ഭയങ്കര എയർ പൊല്യൂഷൻ ആണ്. അതിപ്പോ വിൽക്കാറില്ല. ഓ, ഇസ് ദാറ്റ് ദ തിങ്? ഓ, അപ്പൊ ബാക്കിയൊന്നും പൊല്യൂഷൻ അല്ലേ? ഓ സോറി. ഞാനും കറിക്കോ. വേറെ സ്ഥലത്തോട്ട് നിർത്തി. അശ്വിൻ്റെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മേടിക്കാൻ. എടാ, ഇവ എങ്ങോട്ടെടേ പോണേ? കട അവിടെ നടന്ന് അപ്പുറത്ത് പറഞ്ഞു. അത് തന്നെ, അവൻ നോക്കി അങ്ങ് പോവാണ് പാർത്താസ് വരെ. അവിടെ പോയി ഇനി എന്തൊക്കെയാണോ എന്തോ മേടിച്ചിട്ട് വരാൻ പോകുന്നത്. എവിടെ ചേട്ടനെവിടെ? ചേട്ടനെ കാണുന്നില്ലല്ലോ. വേറെ മിസ്റ്റർ അശ്വിൻ. ഓ, ഇടയിൽ ഉന്തിത്തള്ളി കയറി കേട്ടോ ഫ്രണ്ടില്. മേടിച്ചോണ്ട് വരാം. 10 ബോക്സ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോ 3 ബോക്സ് 30 കമ്പിത്തിരി മേടിച്ചിട്ട് നമ്മളെ വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു നോവയും കൊണ്ട് വരും. ഒരു 2 കൂടെ മേടിച്ചിട്ടോ. അവ പോണാലേ ഇതാ. എടി, ഞാനും വെച്ചാ ഇവ ഒരു 30. ഞാൻ വെച്ചൊരു ഞാനും മറ്റേ 30 ബോക്സ് ഒക്കെ കുറച്ച് ഓവറായി പോയില്ലേന്ന് എന്റെ മനസ്സിൽ കൂടെ പോയായിരുന്നു കേട്ടോ. അയ്യോ, പാവം കേട്ടാടെ, പാവം കേട്ടാ. എന്താ വീണ്ടും പോയി തള്ളിന്റെ ബാക്കിലായി പോയിടെ അവൻ. ചേട്ടാ ഒരു 2 കൂടെ ചേട്ടാ. പാവം കേട്ടോ, ദാ പോയി നിൽക്കുന്നു കഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ ഇടയിൽ എത്തി അവൻ വല്ല തട്ടിയെടുത്തോണ്ട് വരുമെന്നാണ് എനിക്ക് സംശയം. ചേട്ടാ, ആ നേരത്തെ എടുത്ത അതേ സാധനം ഒരു 5 കൂടെ തരുമോ ചേട്ടാ? ഫ്രീ പ്രൊമോഷൻ. എടാ, റാമോസിന്റെ വീട് ഇവിടെ എവിടെയല്ലേ? ഇതിനകത്തോടെ. എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ സാർ എനിക്ക് വേണ്ടി പിസ്സ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രം ഡോമിനോസ്. എനിക്ക് വിശന്നിട്ട് പട്ടു പിടിച്ചിട്ട് വയ്യ. ആക്കിയിലാണെങ്കിൽ ഒരു വണ്ടി വെളിയിൽ എന്തോ പാർക്ക് ചെയ്തത് പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് മാറ്റാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ടല്ലേ, അവർ കുറച്ചുകൂടെ പടക്കം കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ മുകളിലോട്ടെ പൊട്ടിക്കും. സക്സസ്ഫുള്ളി ഓർഡേഡ്. ഓ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴേക്കോ തന്നെ കൊണ്ട് വെളിയിൽ എന്തോ പ്രയോജനം ഉണ്ടെന്ന് ഓടിക്കോ. പൊട്ടിക്കാൻ റെഡിയായി. PB വന്നിട്ടുണ്ട്, അഖിലേഷ്, പിന്നെ കിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണോ? ടെറസിൽ പോണില്ലേ പൊട്ടിക്കാൻ? ഓക്കെ ഫൈൻ. എന്തോ താ പൊട്ടിക്കണ കണ്ടിട്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. ഇന്ന് ഞാൻ വീട്ടിൽ പോണി. കളറെന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അതിന് വല്ല കളറും വരുമെന്ന് ആദ്യം നോക്കട്ടെ. അതെന്ത് കളറ്? അതെന്തോന്ന് കളറ്? അത് എന്ത് കളറാണ്? അത് മഞ്ഞ കളർ. അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? മഞ്ഞ കളറാണ് അവർ ഉദ്ദേശിച്ച കളറ്, മനസ്സിലായോ? എല്ലാ കളറും ഇപ്പം അതിനകത്ത് വരുന്നുണ്ട്. സാരമില്ലടാ, നീ എവിടെ പരിപാടി അത് തന്നെയാണ് നിന്റെ അവസ്ഥ. ഇറ്റ്സ് ഓക്കെ, ഫോട്ടോസ് നല്ലതായിരിക്കുമോ? അവിടെ വേറെ എല്ലാവരും ആഘോഷിക്കുകയാണ്.
രാത്രി വിളിക്കാൻ രാത്രി എല്ലാ സങ്കടങ്ങളും മാറും. ഓക്കെ ആ എന്തോന്നടോ ചെയ്യുന്നത് വെച്ച് എന്നവര് പറഞ്ഞോ? മറ്റേ ചെയ്യാം മോളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടി വീഴുന്നത്. ഓക്കെ ഇവിടെ വെച്ചാ കത്തിക്കാൻ പോണ അത് തന്നെ. വാ എന്താ പട്ടിറത്തി പോമ്പാ. വാ ടെറസിലോട്ട് പോവാ. കം കിച്ചു വാ. എടോ പി വാ ടെറസിൽ പോവാം. കേട്ടോ മൊത്തത്തില് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എന്തിനാ തീപ്പെട്ടി എടുത്തിട്ടാ എപ്പോഴാണ് എടോ കമ്പിത്തിരിയും തീപ്പെട്ടിയും എടുത്തിട്ട് വാ. ദീപം ദീപം. അയ്യോ എൻ്റെ അമ്മേ. എനിക്കിവിടെ മറ്റേ ഫ്ലവർ പോട്ട് വെച്ചിട്ടേ. വൗ ഓസം. അയ്യോ ഫ്ലവർ പോട്ട് താഴെ വെച്ച് കത്തിച്ചു. എനിക്ക് അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണമായിരുന്നു. ഈ കിഴങ്ങ് എന്തിനു കത്തിച്ച്? അയ്യോ എടേ ഞാൻ ഇങ്ങോട്ട് മാറി ഇങ്ങനെ നിന്നോളാം. Yeah, this is nice, but I think it's too short, no? ഇത് ഭയങ്കര ഷോർട്ട് ആക്കും അത്. അമ്മേ അയ്യോ ഇത്തിരി ഇടാലോ. അയ്യോ അമ്മ അയ്യോ അയ്യോ. Wow! Awesome, right? This is nice. This is nice. വാ എനിക്ക് ഫ്ലവർ പോട്ടിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം. എന്തോന്ന്? പൊട്ടിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സെയിം എനിക്ക് വേണ്ടി പൊട്ടിക്കോ വീടെടുക്കാൻ വേണ്ടി. ഓക്കെ വീഡിയോ എനിക്ക് വീഡിയോ എടുത്തു. മാക്സിമം ആരും എടുത്തോ. പിസ്സ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ, എനിക്ക് വിശക്കുന്നു. ഓക്കെ അശ്വിൻ ഗണേഷ്, പ്ലീസ് ഡിവൈഡ് ദ പിസ്സ സോ വി കൻ ഈറ്റ്. ആ ശരി, ഇവൻ ബ്രാഹ്മണാണ്. ഇവൻ വാങ്ങിച്ചു തന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, അവൻ തിന്നില്ല കേട്ടോ അല്ലേ? ആ ഞാൻ തിന്നുന്നത് നോക്കിക്കൊണ്ടിരിക്കണം.
അയ്യോ ഇതൊരു നല്ലൊരു പീസാണ്. അയ്യോ എനിക്ക് തോന്നുന്നു പാവം ഡെലിവറി ബോയ് കൊണ്ടുവന്നപ്പോഴേ എവിടെയോ വീഴാൻ പോയപ്പോൾ എല്ലാം കൂടെ ഒരു സൈഡിലോട്ടായി പോയി. സംഭവം ഒരു കാര്യം ചെയ്യും. അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ ഇപ്പൊ ഞാൻ? ഇതൊന്നും ചെയ്യണ്ട. ഇത് പാവത്തില്ല. ഇതും അങ്ങനെയാണെങ്കിലോ വീതിന്ന് വിചാരിക്കുക. ഇതെന്ന് വിചാരിച്ച് കഴിക്കുക. കുഴപ്പമില്ല. സംഭവം ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇവിടെ കൂടുതൽ ഇവിടെ കുറവ്. നമ്മളിതാ കൊണ്ടുവന്ന ആളുടെ മിസ്റ്റേക്കാണ് കേട്ടോ. എന്തെങ്കിലും വീഴാൻ പോയി കാണും പാവം. പിന്നെ റോട്ടറി ഫുള്ളും പടക്കം പൊട്ടിച്ച നേരെ ഷേക്കായിരിക്കും പൊട്ടിച്ചത്. ഒരു ചില്ലി ഫ്ലെക്സ് മറ്റും വേണ്ടേ? ഡെക്കറേഷൻ ആവും. എടോ നോക്കണോ ഒരു സൈഡിലോട്ടായിപ്പോ എല്ലാം കൂടെ. ഞാൻ വിളിച്ചു. തിന്നില്ല. നോൺ വെജ് കഴിക്കുന്ന കള്ളപ്പറ്റ. ഇത് പൊട്ടറ്റോ. പൊട്ടറ്റോ ഇവർ കാണാം. പൊട്ടറ്റോ ആടാ അല്ലേ? അത് ഫുള്ളായിട്ട് ഒറ്റയടിക്കും തിന്നെയാണ്. അത്രയ്ക്ക് വിശപ്പില്ലാത്ത നോൺ വെജ് മാത്രം കഴിക്കുന്ന ബ്രാഹ്മണൻ. ഇത് ബ്രാഹ്മണനാണ്. വെജ് കഴിക്കുന്നത് ശരിക്കുള്ള ബ്രാഹ്മണൻ. നമുക്ക് കഴിക്കാം. ഞാൻ മീൻ വേവിച്ചത് വരത്തില്ല. എന്ത് മീൻ വേവിച്ചത് വരട്ടെ കുറച്ച്. സഹിക്കാൻ പറ്റൂലല്ലേ? താൻ കഴിക്കും മീൻ വേവിച്ച്? നിങ്ങളിവിടെ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എനിക്കതും ഇഷ്ടമാണ്. ബട്ട് ആക്ച്വലി പറഞ്ഞാലേ വാള മീൻ മഞ്ഞളും ഇട്ട് ഉള്ളി മുളകും ഇട്ട് വേവിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണോ? ഓ വേണ്ടേ? ഓക്കെ കഴിച്ചു. കുറച്ച് കടവത്തോരൻ. ഇത്രയും ശബ്ദം എനിക്കിഷ്ടപ്പെട്ടില്ല ആ സാധനം. പൊട്ട സാധനം. ഓക്കെ അഖിലൊന്ന് എറി, അശ്വിൻ ഒന്ന് എറി. കമോൺ അശ്വിൻ. അഖിൽ ഒരെണ്ണം എറിഞ്ഞോളൂ. അഖിലെ എറി. അഖിലെ എടേ എറിയിടോ. ദൂരക്കള. ഓക്കെ വ്ളോഗ് ആയത് കൊണ്ട് അശ്വിൻ വേണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും? അശ്വിന്റെ കയ്യിൽ നിന്ന് ബോംബ് കൊടുത്താലോ കയറി. അശ്വിനിപ്പ അവൻ അറിഞ്ഞൂടാ. കത്താതെ വലിയ എടുത്ത് എറിഞ്ഞ തിരിച്ചു പോയി എടുത്തിട്ട് വരണം. അയ്യോ പാവടോ. എറിഞ്ഞാ മതി. പാവടെ പാവടെ. താവറിനേറി കിച്ചു കിച്ചു എടാ കിച്ചുവിൻ്റെ ഒരെണ്ണം കൊടു. എടേ അതിനെ കളാക്കിൽ പ്ലീസ്. എടോ കേടോ കിച്ചുവിൻ്റെ ഒരെണ്ണം കൊടു. വൈ ഓ ഓക്കെ. ആ സൂപ്പർ. എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം. 1 കിലോമീറ്റർ ഓടിക്കളഞ്ഞവൻ. എടുത്ത സൗണ്ട് റിയലി സൗണ്ട് ലൈക്ക് എ ഗേൾ.
പാവോടെ പേടിപ്പിക്കണ്ടേ പാവോടെ പാവോടോ എടോ വേണ്ട അങ്ങോട്ട് എറി. അങ്ങനെ കുറേ പടക്കെല്ലാം പൊട്ടിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ ക്വിറ്റ് ചെയ്ത് വിടാതെ തന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് തളർന്നു പോയി. ഞാൻ ഭയങ്കര ചൂടുമായിരുന്നു. പ്ലസ് എനിക്ക് തോന്നുന്ന ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് ചെറിയൊരു തലവേദന ഉണ്ട്. ഇവിടെ വേറെ 2 പേർക്ക് തലവേദന എടുത്തിരിപ്പുണ്ട്. എനിക്ക് പീസ കഴിച്ചതിന് അതിന്റെ ഒരു തലകറക്കം ഉണ്ട്. ആ ചീസ് കുറച്ച് ഓവർലോഡ് ആയി പോയോന്നൊരു ഞാൻ സത്യം പറഞ്ഞാൽ 2-3 പീസ് കഴിക്കാനുള്ള വിശപ്പിലാണ് ഇരുന്നത്. പക്ഷെ 1 പീസ് കഴിച്ചപ്പോൾ ജീവിതം വെറുത്തു പോയി എന്റെ. എത്ര പീസ് കഴിച്ചു? ഒരെണ്ണം ഒറ്റ പീസ് നമ്മളെല്ലാരും നിർത്തി. ഓക്കെ, അപ്പൊ ഇവര് എന്ത് വെക്കാൻ പോകുന്നു? അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോള് കമ്പം. ഓക്കെ, അപ്പൊ അതും കൂടെ ഞാൻ ഒന്ന് വന്ന് കാണിക്കാം. അതുകൂടെ കാണിച്ച് എന്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് മൈ വ്ലോഗ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Until next time, bye. Happy Diwali. Have a safe Diwali. Bye. ഇവിടെ അവസാനത്തെ ഒരു പടക്കമാണ്. ഹായ് ആനന്ദ്. ഹലോ. അതാണ് അഖിലിന്റെ ബ്രദർ. അതെ അതെ, ഹായ് ഹായ്. உங்ககிட்ட நான் ஹாய் சொல்லவே இல்லையே. இருந்தாலும் திரும்பி சொல்றது என் கடமை இல்லவா? ആനന്ദാണ് പറഞ്ഞുവിട്ടാ ഇവിടെ കാണാൻ പറ്റും. അയ്യോ